പുഴുവായാലും ഉണ്ടയായാലും അൻവറായാലും ജനഗണമനയായാലും ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ ആയാലും ഇതേപോലുള്ള സിനിമകൾക്ക് ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം ഹൈന്ദവ മാനബിന്ദുക്കളെയും സംസ്കാരത്തെയും നശിപ്പിക്കുക, ഹിന്ദു സമൂഹത്തെ വിഘടിപ്പിക്കുക, ഹിന്ദു സമൂഹത്തിന്റെ ചെറിയ ചെറിയ പോരായ്മകളെ ഊതിപ്പെരിപ്പിച്ച് അതിനെ വലിയ തോതിൽ ഭീമാകാരമായ ഒരു പ്രശ്നമായിട്ട് അവതരിപ്പിക്കുക, അതിലൂടെ തങ്ങളുടെ ബൗദ്ധിക അജണ്ട നടപ്പാക്കുക എന്ന ആ ലക്ഷ്യമാണ് ഇത്തരം സാഹിത്യ പ്രവർത്തനങ്ങളിലൂടെ മുഴുവൻ, സാംസ്കാരിക രംഗത്തെ ഇടപെടലിലൂടെ മുഴുവൻ ഇവർ ലക്ഷ്യം വെച്ചത്. അതിന് അറിഞ്ഞോ അറിയാതെയോ മമ്മൂട്ടി അടക്കം കൂട്ടുനിന്നിട്ടുണ്ടോ നമുക്കറിഞ്ഞുകൂടാ. മമ്മൂട്ടിയെ പോലെ മഹാനായിട്ടുള്ള ഒരു നടൻ അതിന് കൂട്ടുനിൽക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷെ അദ്ദേഹമാണ് ആ കാര്യം വ്യക്തമാക്കേണ്ടത്. അദ്ദേഹം ഈ കാര്യത്തില് അദ്ദേഹത്തിനെതിരെ പരാതി ഉന്നയിച്ചിടത്തോളം കാലം അദ്ദേഹത്തിന്റെ മൗനം സൂചിപ്പിക്കുന്നത് മറ്റൊന്നാണ്. അല്ല, നമുക്ക് അങ്ങനെ വേണമല്ലോ കരുതാൻ. മമ്മൂട്ടിയെ നമുക്ക് ആർക്കും വന്ന് ന്യായീകരിക്കേണ്ട കാര്യമില്ല. മമ്മൂട്ടി കേരള മണ്ഡലത്തിൽ അല്ലെങ്കിൽ പൊതുരംഗത്ത് തുറന്നൊരു പുസ്തകം തന്നെയാണെന്നാണ് നമ്മുടെ വിചാരം. നമ്മളെല്ലാവരും അങ്ങനെയാണ് കണ്ടിട്ടുള്ളത്. മമ്മൂട്ടിയിൽ നിന്ന് ഇത്തരത്തിലുള്ള ഒരു നടപടി ഉണ്ടായി എന്ന് ആരോപിച്ചിട്ടുള്ളത് ഈ ഒരു അദ്ദേഹത്തിന്റെ ചിത്രമെടുത്ത സംവിധായകയുടെ ഭർത്താവാണ്. അദ്ദേഹം ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ, പ്രത്യേകിച്ച് മറ്റൊരു സ്ക്രിപ്റ്റുമായി അദ്ദേഹത്തെ സമീപിക്കുമ്പോൾ ആ സ്ക്രിപ്റ്റ് മാറ്റി വെച്ചിട്ട് പുഴു എന്ന ഈ നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ ഹൈന്ദവ സമൂഹത്തിലെ ഭിന്നതകളെ പെരുപ്പിച്ച് കാണിക്കുന്ന, അതിൻ്റെ ഈ ഇടതുപക്ഷ അജണ്ട നടപ്പാക്കുന്ന, ജിഹാദി അജണ്ട നടപ്പാക്കുന്ന ഒരു സിനിമയെ അദ്ദേഹം മുന്നോട്ട് വെച്ച് ആ സ്ക്രിപ്റ്റ് ചെയ്താൽ മതി എന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു എന്ന് പറയുമ്പോൾ അത് വളരെ ഗുരുതരമായ ആരോപണമാണ്. ആ ആരോപണത്തിൽ നിന്ന് പുറത്തു വരേണ്ടത് മമ്മൂട്ടി തന്നെയാണ്. ഞാനിപ്പോഴും വിശ്വസിക്കുന്നില്ല മമ്മൂട്ടി അങ്ങനെ ചെയ്യും എന്ന്. ഞാനിപ്പോഴും വിശ്വസിക്കുന്നില്ല. മമ്മൂട്ടിയെ പോലുള്ളൊരു നടനിൽ നിന്ന് നമ്മളാരും അത് പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ സീസർ സംശയാതീതമായിരിക്കണമെങ്കിൽ അദ്ദേഹം തന്നെ അത് വ്യക്തമാക്കേണ്ടതുണ്ട്. അദ്ദേഹത്തിന്റെ മൗനം അത് വളരെ ഗുരുതരമായ സ്ഥിതിവിശേഷം സാംസ്കാരിക രംഗത്ത്, സിനിമാ മേഖലയിൽ സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല.